മഹാദൈവവും രക്ഷിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ മെസ്സേജിൽ കൂടെ നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാൻ കർത്താവ് നൽകിയ വലിയ കൃപയ്ക്കായി കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപ മാത്രമാണ് ഇത്രയും കർത്താവിലുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടാകുവാനും കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ആദിയിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആദ്യ നൂറ്റാണ്ടിൽ പുറപ്പെടുവിച്ച സുവിശേഷം, ആ സുവിശേഷത്തെ പ്രഘോഷിക്കുവാൻ ഒരു അവസരം കൂടെ കർത്താവായ യേശു മശിഹ ഞങ്ങൾക്ക് നൽകി. നന്ദിയോടെ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഓരോ അഡ്മിന്മാർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള വിഷയം യെരുശലേമിലെ സ്വർണ്ണ കവാടം എന്തുകൊണ്ട് അടച്ച് ഇട്ടിരിക്കുന്നു. ഈ ഒരു കവാടം യെരുശലേമിലെ വെസ്റ്റേൺ വാൾ, അതായത് പടിഞ്ഞാറൻ മതിൽ എന്ന് അറിയപ്പെടുന്ന പഴയ ദേവാലയത്തിൻ്റെ, യഹൂദ ദേവാലയത്തിൻ്റെ ചുറ്റും ഉള്ള ആ മതിലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കവാടം ആണ്. ദ ഗോൾഡൻ ഗേറ്റ് അല്ലെങ്കിൽ സ്വർണ്ണ കവാടം എന്ന് വിളിക്കപ്പെടും. ഇതിൽ രണ്ട് കതകുകൾ ആണ് ഉള്ളത്. ഒന്ന് കരുണയുടെ കവാടം അല്ലെങ്കിൽ ദ ഗേറ്റ് ഓഫ് മെർസി. പിന്നെ രണ്ടാമത്തേത് മാനസാന്തരത്തിൻ്റെ കവാടം എന്നാണ് വിളിക്കപ്പെടുന്നത്. പല യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പലരും ഇതിനെ തുറക്കുവാൻ ശ്രമിച്ചു എങ്കിലും, കുറച്ചുനാൾ തുറന്ന് ഇട്ടു എങ്കിലും പല കാരണങ്ങളാൽ ആദ്യം അവിടെ മുസ്ലിങ്ങൾ, അതായത് ഒട്ടോമാൻ എന്ന ആ എംപയർ അവിടെ രൂപപ്പെട്ടപ്പോൾ അവരും പിന്നെ യഹൂദന്മാർ 1947 യെരുശലേം നഗർ അവർ പിന്നെയും തിരിച്ചു പിടിച്ചപ്പോൾ അവരും അത് മശിഹ വരുവാൻ ഉള്ള കതക് എന്ന് പറഞ്ഞ്, അതായത് യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം മശിഹ അഭിഷിക്തൻ, ആരുടെ അഭിഷിക്തൻ? യഹോവയായ ദൈവത്തിൻ്റെ തന്നെ അഭിഷിക്തനായിരിക്കുന്നവൻ്റെ വരവിന് വേണ്ടിയുള്ള കവാടം എന്ന് പറഞ്ഞ് ഇതിനെ അടച്ച് ഇട്ടിരിക്കുന്നു. ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് യേശു, അവർക്ക് ഒരു പുത്രൻ മാത്രമാണ് യേശു. ആ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവർ വിശ്വസിക്കുന്ന യേശുവും ആ കവാടത്തിൽ കൂടെ തന്നെ കടന്നുപോയി എന്നുള്ള വിശ്വാസമാണ് അവിടെ ഉള്ള ക്രിസ്ത്യാനികൾക്കും ഉള്ളത്. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താകുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഏതെങ്കിലും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ അങ്ങനെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു രേഖപ്പെടുത്തൽ അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അവിടെ കാണുന്നു, യേശു ഒലിവ് മലയിൽ നിന്നും ആണ് ഈ യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒലിവ് മലയിൽ നിന്നും വന്ന് യെരുശലേമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏറ്റവും അധികം ഈ ഒരു കവാടം തന്നെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കും അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ചരിത്രപരമായിട്ട് ഉറപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവിടെ നമ്മൾ ആ ഒരു മാപ്പ് നോക്കിയാൽ നമുക്ക് അവിടെ മനസ്സിലാകും. പക്ഷേ പ്രവചനത്തിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു, 3 വർഷം കൂടെ നടന്ന, 3 വർഷം അവരെ യേശുവിൻ്റെ കൂടെ സകല അത്ഭുതങ്ങളെയും കണ്ട യേശു ദാവീദ് പുത്രനാണെന്നും യേശു മനുഷ്യപുത്രനാണെന്നും യേശു ദൈവപുത്രനാണെന്നും എല്ലാം പലരുടെയും വായിക്കൂടെ കേൾക്കുകയും യേശു അത് സത്യം എന്ന് പറയുകയും ചെയ്ത ആ വളരെ അത്ഭുതങ്ങളെ കണ്ട യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ
ഒടുക്കലത്തെ ആ അധ്യായത്തിൽ പറയുന്നു, യേശു ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കാൻ ഈ ലോകത്തിലെ സകല പുസ്തകങ്ങളും കുറവായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ 3 വർഷത്തിൽ അവർക്ക് ആലോചിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ഓർത്തിരിക്കാൻ പറ്റാത്ത വിധം അത്ഭുതങ്ങളെ കണ്ട ഒരു 3 വർഷത്തെ ജീവിതമായിരുന്നു അവർക്ക്. എന്നാൽ യേശു അവരെ പറ്റി പറയുന്നു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ എവിടെയാണ് പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു നഗരവാതിൽ, അതായത് ഗോൾഡൻ ഗേറ്റ് അല്ലെങ്കിൽ സ്വർണവാതിൽ എന്ന് പറയുന്ന അതിലുള്ള ഈ 2 വാതിലുകൾ, കരുണയുടെ വാതിലും മാനസാന്തരത്തിന്റെ വാതിലിൽ കൂടെയും കർത്താവായ യേശുക്രിസ്തു കടന്ന് ആ നഗരത്തിലേക്ക് കയറി എന്നുള്ള കാര്യം എവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രവചനത്തിൽ ഉണ്ട്. അവൻ വന്നതും കഷ്ടപ്പെട്ടതും മരിച്ചതും എല്ലാം തിരുവെഴുത്തുകളിൽ പ്രകാരമായിരുന്നു എന്ന് വളരെ ഉറപ്പിച്ച് ഈ ഒരു ലൂക്കോസ് സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം തിരുവെഴുത്തുകളിൽ പ്രകാരമാണ് ക്രിസ്തു വന്നതും ക്രിസ്തു കഷ്ടമനുഭവിച്ചതും മരിക്കുവാൻ പോകുന്നതും പിന്നെ ഉയർത്തെഴുന്നേക്കുവാൻ പോകുന്നതും പിന്നെ അവൻ്റെ നാമത്തിൽ സുവിശേഷം തുടങ്ങുവാൻ പോകുന്നതും എന്ന് വളരെ വ്യക്തമായിട്ട് മാനസാന്തരവും പിന്നെ പാപമോചനവും ഈ മശിഹായുടെ നാമത്തിലായിരിക്കും എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നു. അപ്പൊ ഈ മാനസാന്തരത്തിന്റെ വാതിൽ കൂടെ കടന്നു പോകുന്ന ക്രിസ്തു, അതിൽ കൂടെ വരുന്ന കരുണ, ഈ സ്വർണവാതിലിന്റെ ഭാഗമായിരിക്കുന്നത് എവിടെയാണ്? സുവിശേഷ ഭാഗത്ത് ഉള്ളത്. എവിടെയാണ് അത്? പ്രവചന ഭാഗത്ത് ഉള്ളത്. പ്രവചന ഭാഗത്ത് ആരാണുള്ളത്? സുവിശേഷ ഭാഗത്തിൽ യേശു എങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാം. ഈ വാതിൽ ഇന്നും അടഞ്ഞു കിടക്കുന്നു മശിഹായുടെ വരവിന് വേണ്ടി. യഹൂദനെ സംബന്ധിച്ച് മശിഹ യഹോവയായ ദൈവം തന്നെ, യഹോവയായ ദൈവത്തിൻ്റെ തന്നെ അഭിഷിക്തനായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കടന്നു വന്ന് രക്ഷിതാവായി കടന്നു വന്ന് എന്നേക്കും യെരുശലേമിലും ഇസ്രായേലിലും സമാധാനം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ മശിഹ യേശു എന്ന മശിഹ അല്ല. ഈ മശിഹ രണ്ടാമത്തെ വരവല്ല വരുവാൻ പോകുന്നത്. യഹൂദനെ സംബന്ധിച്ചോളം ഒന്നാമത്തെ വരവ് തന്നെ ആയിരിക്കും ആ മശിഹായുടെ എന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ഈ കവാടത്തിൽ പ്രവേശിച്ചത് പുത്രനായ യേശുവായിരുന്നു. ഈ പുത്രനായ യേശുവാണ് ഇനിയും പിന്നെയും വരുവാൻ പോകുന്നത്. അപ്പോൾ അവർ യേശുവിനെ മശിഹ എന്ന് വിളിക്കുന്നു. പക്ഷെ ആരുടെ അഭിഷിക്തൻ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. മശിഹ എന്ന അഭിഷിക്തൻ ആരുടെ അഭിഷിക്തനായിരുന്നു എന്നുള്ള കാര്യം പോലും അറിഞ്ഞുകൂടാ. ഒരു രണ്ടാമത്തെ വ്യക്തി വരുന്നു എന്നാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ഇന്ന് അവനെ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. ഈ ക്രിസ്തു വരുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും യഹോവ വരുന്നത് യഹൂദന് വേണ്ടിയും എന്ന് മറ്റു ചിലർ, യഹോവ മാത്രം വരുമെന്ന് മറ്റു ചിലർ, യഹോവ മാത്രമാണ് ദൈവമെന്ന് മറ്റു ചിലർ, അങ്ങനെ സാത്താൻ
പല തരത്തിലെ ചിന്തകൾ കൊണ്ട് അവരെ വിഭജിച്ചിരിക്കുന്നു. ദൈവത്തെ അവർ വിഭജിച്ചിരിക്കുന്നു. ദൈവം തന്നെ രക്ഷിതാവെന്ന് അറിയാതെ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ പിന്നെയും ഒരു യാത്രയിൽ തുടരുകയാണ്. ഇന്നും നമ്മൾ കാണുന്നു എന്തുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ആദ്യം നമുക്ക് സുവിശേഷ ഭാഗത്ത് തന്നെ നമുക്ക് തുടങ്ങാം. അവിടെ 30-ാമത്തെ അധ്യായത്തിൽ അവിടെ യേശു നമ്മൾ കാണുന്നു അവിടെ വരുന്നത് ഈ ഒലിവ് മലയിൽ നിന്നും ഇറങ്ങിയാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഈ യെരുശലേമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവൻ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഒരു നഗരത്തിൽ, അതായത് തലസ്ഥാനമായ ഒരു യെരുശലേം നഗരത്തിൽ ആരെങ്കിലും വന്ന് കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കർത്താക്കന്മാര് അല്ലെങ്കിൽ അഡോണികൾ ഉള്ള ഒരു നഗരം തന്നെ യെരുശലേം. ആ യെരുശലേമിൽ ആരെങ്കിലും ഒരു കർത്താവ്, അതായത് അഡോണിയായ കർത്താവ്, അതായത് ഏതെങ്കിലും കർത്താക്കന്മാരിൽ ഒരുവനായ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തൻ്റെ കഴുതക്കുട്ടിയെ കൊടുക്കുമോ? അഡോണായി എന്നുള്ള പദത്തിനും കർത്താവ് എന്നുള്ള വാക്യം തന്നെ മലയാളത്തിൽ. പക്ഷേ അതുപോലെ തന്നെ ഗ്രീക്കിലും ഒരേ പദം തന്നെയാണ്, കിറിയോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി. അപ്പോൾ ഹിബ്രായ ഭാഷയിൽ അഡോനി എന്ന് പറയുമ്പോൾ ഭൂമിയിലെ കർത്താക്കന്മാർ, ഒരു രാജാവിനെ അഡോണി എന്ന് വിളിക്കാം, അതും കർത്താവെന്ന് തന്നെ മലയാളത്തിലും കിരിയോസ് എന്ന് ഗ്രീക്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാം. പക്ഷേ ഹെബ്രായ ഭാഷയിൽ അത് അഡോണായി എന്ന് പറയുമ്പോൾ അത് കർത്താവായ ദൈവത്തിന് വേണ്ടി ആണ് അവിടെ ആവശ്യമുള്ളത് എന്ന് അവിടെ അർത്ഥം വരുന്നത്. അങ്ങനെ കർത്താവായ ദൈവത്തിന് ഈ കഴുതക്കുട്ടിയോട് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആത്മാവ് പ്രവർത്തിച്ച് ആ കഴുതക്കുട്ടിയുടെ ഉടയവൻ അതിനെ കൊടുത്തയക്കുന്നതായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ കർത്താവ് ആരെന്ന് യേശു പിന്നെ മുന്നോട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഏത് കർത്താവിനെ പറ്റിയാണ്, അഡോണായി എന്ന യഹോവയായ ദൈവമായ കർത്താവിനെ പറ്റിയാണോ അവിടെ പറയുന്നത്, അതോ അഡോണിയായ ഭൂമിയിലെ കർത്താക്കന്മാർ ഉള്ള ആ അർത്ഥം വരുന്ന കർത്താവെന്ന പദമാണോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയിൽ മേൽ ഇട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവ് മലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. ഈ കർത്താവ് എവിടുത്തെ കർത്താവാണെന്ന് അവിടെ ജനം വിളിച്ചു പറയുന്നു. ഈ കർത്താവ് സ്വർഗത്തിൽ സമാധാനമുണ്ടാക്കുന്നവനും അത്യുന്നതകളിൽ മഹത്വപ്പെടുന്നവനുമാണ് ഈ കർത്താവ്. അതായത് അഡോണായിയുടെ നാമത്തിൽ, അതായത് യഹോവയുടെ നാമത്തിൽ വരുന്ന രാജാവാണ് വാഴ്ത്തപ്പെട്ടവൻ.
ഈ രാജാവ് ആരുടെ രാജാവാണ്? ഈ രാജാവ് യെരുശലേമിന്റെ രാജാവാണ്. ഈ രാജാവ് യഹൂദന്റെ രാജാവാണ്. ഈ രാജാവ് ഇസ്രായേലിന്റെ രാജാവാണ്. ഈ രാജാവ് ഈ പ്രപഞ്ചത്തിന്റെ രാജാവാണ്. അവിടെ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് എന്ന് പറയുമ്പോൾ അഡോണായിയുടെ നാമത്തിൽ വരുന്ന നാഥൻ അല്ലെങ്കിൽ രാജാവിന്റെ ആ അർത്ഥത്തിൽ തന്നെയാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പുരുഷാരത്തിൽ ചില പരീശന്മാർ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അഡോണി എന്ന പദം അവിടെ ഉപയോഗിച്ചിരുന്നു എങ്കിൽ, ഭൂമിയിലെ കർത്താക്കന്മാരെ പോലെ കർത്താവെന്ന് വിളിച്ചിരുന്നു എങ്കിൽ, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവെന്ന് വിളിച്ചാൽ ഒരു നാട്ടുരാജാവ് ചെറിയ ഒരു ഭൂഖണ്ഡത്തിന്റെ കർത്താവെന്നേ അവർ വിചാരിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന രാജാവ് ആയ രാജാവ്, സ്വർഗത്തിലെ രാജാവ്, അത്യുന്നതങ്ങളിൽ മഹത്വപ്പെടുന്ന യഹോവയായ ദൈവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ പരീശന് മനസ്സിലായി ഇത് ആരെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. ഇവിടെ യഹോവയായ ദൈവത്തെ പറ്റി പറയുവാൻ നീ ആരാകുന്നു? നീ ദൈവമാണോ എന്നാണ് അവിടെ വളരെ ചോദിക്കുന്നത്. പക്ഷേ അവർ കേട്ട മറുപടി, യേശു പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. മനുഷ്യര് സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല. കല്ലുകൾക്കറിയാം അവരുടെ നാഥൻ ആരാണെന്ന്. ആ കല്ല് പോലും വിളിച്ചു പറയും, ഇത് യഹോവയായ സൃഷ്ടാവായ ദൈവത്തിന്റെ വെളിപ്പാടാണ്, ആ യഹോവയായ ദൈവത്തിന്റെ അഭിഷിക്തനാണ് ഈ വരുന്നത് എന്ന് കല്ലുകൾക്ക് അറിയാം. അവർ വിളിച്ചു പറഞ്ഞോളും. മനുഷ്യൻ പറഞ്ഞില്ലെങ്കിലും കല്ലുകൾ വിളിച്ചു പറഞ്ഞോളും. കല്ല് പോലെ ഹൃദയമുള്ള മനുഷ്യർക്ക് സാധിക്കത്തില്ല. ആത്മാവ് പ്രവർത്തിച്ച മനുഷ്യരാണ് അവിടെ വിളിച്ചു പറഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. അപ്പോൾ യേശു അവിടെ പിന്നെ ആ നഗരത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വളഞ്ഞ് നാല് പുറത്തും നിന്നെ ഞെരുക്കും. നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തല്ലിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിപ്പാൻ കാലം നിനക്ക് വരും. അപ്പോൾ ഈ നഗരം സമീപിച്ചപ്പോൾ ഈ നഗരത്തിന് വരുവാൻ പോകുന്ന ആ ഒരു വലിയ ദുരന്തത്തെ പറ്റിയാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത്. കല്ലിന്മേൽ കല്ല് കാണത്തില്ല എന്ന് അവിടെ പ്രവചിക്കപ്പെടുന്നു. അവരുടെ മക്കൾ നിലത്തിട്ട് ചവിട്ടപ്പെടും എന്ന് അവിടെ പറയുന്നു. പക്ഷേ 43-ാമത്തെ വാക്യത്തിൽ സന്ദർശനകാലം എന്ന് മാത്രം എഴുതി. അവിടെ നമ്മുടെ സന്ദർശനകാലത്തെയാണ് യെരുശലേം അറിയാതെ പോയത് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആ 43-ാമത്തെ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്. ആര് സന്ദർശിച്ചു? യെരുശലേമിനെ ആരോ സന്ദർശിച്ചു. ആ സന്ദർശനം ആരുടേതായിരുന്നു എന്ന് അറിയാതെ യെരുശലേം നഗരം പോയി. അതുകൊണ്ട് ആരാണ് കഷ്ടത അനുഭവിക്കുവാൻ പോകുന്നത്? ആ സന്ദർശിച്ചത് ആരാണെന്ന് അറിയാഞ്ഞ ആ നഗരത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് അനുഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ പോയി ആ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു, നീ നിന്റെ ദൈവത്തിൻ്റെ സന്ദർശനം മനസ്സിലാക്കാത്തത് കൊണ്ട് ആണ് നീ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. ഗ്രീക്ക് ഭാഷയിൽ അവിടെ സന്ദർശനം എന്ന് തന്നെയാണ്, സന്ദർശനത്തെ അറിയാതെ പോയി.
പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചോളം ആരുടെ സന്ദർശനമാണ് അവർക്ക് മുൻകൂട്ടി അറിയിച്ചിരുന്നത്? യെശയ്യാവിന്റെ പുസ്തകത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, യഹോവയ്ക്ക് വേണ്ടി വഴി ഒരുക്കുവിൻ. അങ്ങനെ യഹോവയുടെ സന്ദർശനം യെരൂശലേമിന് മുൻപേ പ്രവചനം ചെയ്തിരുന്നു. പക്ഷേ പല ക്രിസ്ത്യാനികളെ പോലെ തന്നെ ഈ പ്രവചനങ്ങളെ ഒന്നും വിശ്വസിക്കാത്ത യഹോവയായ ദൈവം തന്നെ യെരൂശലേമിനെ, തൻ്റെ ജനത്തെ സന്ദർശിക്കും. ആ സന്ദർശന കാലത്തെയാണ് അറിയാതെ പോയത്. വേറെ ആരോ വന്നുപോയി എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. വേറെ ഒരു രണ്ടാമത്തെ വ്യക്തിയായ പുത്രനാണ് വന്നു പോയത് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമ്പോൾ അവരും ആ സന്ദർശനകാലം ആരുടേത് എന്ന് അറിയാതെ പോകുന്നു. സന്ദർശിച്ചത് ആരെന്ന് വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾക്കും യഹൂദന്മാരുടെ പോലെ തന്നെ ഉള്ള വിന വരും ക്രിസ്ത്യാനികളായ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ആരാണ് വരുവാനിരുന്നതും ആരാണ് വന്നതും ഇനി ആരാണ് വരുവാനിരിക്കുന്നതും എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ പിന്നെയും ആ സ്വർണ്ണ കവാടത്തിലേക്ക് നമ്മൾക്ക് ഒന്ന് കടന്നു പോകാം. ആ വാതിൽ യഹൂദന്മാർ അടച്ചിരിക്കുന്നത് മശിഹ അവിടെ കൂടെ വരും എന്നുള്ള കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ആണ് ഈ ഒലിവ് മല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ ഒലിവ് മലയിൽ നിന്നും ആണ് യേശു യെരൂശലേം നഗരത്തിലേക്ക് പ്രവേശിച്ചത് എന്നും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ വായിച്ചു. അപ്പോൾ നമുക്ക് യേശു പറഞ്ഞത് മാതിരി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, ബുദ്ധിഹീനരെ, നിങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നുള്ള വാക്യം ഒരു പ്രാവശ്യം കൂടെ ഓർത്തുകൊണ്ട് യെഹെസ്കേലിന്റെ പ്രവചനം അതിൻ്റെ അധ്യായം 44 അതിൻ്റെ ആദ്യം മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു, എന്നാൽ അത് അടച്ചിരിക്കുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, യഹോവ യെഹെസ്കേലിനോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടെ കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവായിരിക്കാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്തു കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോകുകയും വേണം. അവിടെ പറയുന്നത് ആരും ആ വാതിലിൽ കൂടെ കടക്കുവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവിടെ കടക്കുവാൻ പാടില്ലാത്തത്? ആ വാതിലിൽ കൂടെ കടന്നുപോയത് ആര്? യഹോവയായ ദൈവം തന്നെയാണ് അതിൽ കൂടെ അകത്ത് കടന്നത്. എവിടത്തേക്ക്? യെരൂശലേം നഗരത്തിലേക്ക്. ആത്മാവായ ദൈവം ഒരിക്കലും ഒരു ഭാഗത്തുനിന്ന് കടന്നു വരേണ്ട ആവശ്യമില്ല. പക്ഷേ മനുഷ്യനായി ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേഷത്തിൽ മനുഷ്യനായി, അതായത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായവൻ, അതായത് ഏകപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ വാതിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടായി. അത് എന്തുകൊണ്ടാണ്? മാനസാന്തരത്തിന് വേണ്ടി, കരുണ നൽകുവാൻ വേണ്ടി. ആ വാതിലുകളുടെ പേര് തന്നെ അങ്ങനെ കർത്താവായ ദൈവം തീരുമാനിച്ചു. അങ്ങനെ മാനസാന്തരവും പാപമോചനവും അതിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയും പ്രാപിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വാതിൽ. ആ വാതിൽ കൂടെ കടന്നു പോയത് ആരാകുന്നു?
യഹോവയായ ദൈവം തന്നെ, വരുവാൻ ഇരുന്നവൻ, ആയവൻ, ഇനിയും വരുവാൻ ഇരിക്കുന്നവൻ, സർവശക്തനായ ദൈവം തന്നെ അവൻ. യോഹന്നാൻ കണ്ട് മരിച്ച പോലെ വീണവൻ, ആ വലിയ പ്രകാശമുള്ളവൻ, ആ ദൈവം വേഷത്തിൽ മനുഷ്യനായപ്പോൾ സഖറിയാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ആ പ്രവചനം നിവർത്തിക്കുവാൻ വേണ്ടി, സിയോൻ പുത്രിയെ, യെരുശലേം പുത്രിയെ, ഉച്ചത്തിൽ ഘോഷാൻ ആനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത്, പെൺ കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു. ആരാകുന്നു ഈ സിയോൻ പുത്രിയുടെ രാജാവ്? യഹോവയായ ദൈവം തന്നെ. ആ യഹോവയായ ദൈവം തന്നെ ആ വാതിലിൽ കൂടെ കടന്നു. ഇന്ന് യഹൂദൻ ആ മശിഹായെ വരവേൽക്കുവാൻ വേണ്ടി, അവന്റെ മശിഹായ അഭിഷിക്തനായ യഹോവയായ ദൈവത്തെ തന്നെ വരവേൽക്കുവാൻ വേണ്ടി അടച്ചിട്ടിരിക്കുന്ന വാതിൽ. ഇതിലാണ് ഇന്നത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ രണ്ടാമത്തെ പുത്രൻ വരും എന്ന്, അത് പിതാവിൻ്റെ സകല സമ്പൂർണതയോടുകൂടിയും അല്ലെങ്കിൽ പിതാവിൻ്റെ മഹത്വത്തിൽ പിന്നെയും വരും എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആ പൂർണ്ണ മഹത്വം, അതായത് ആർക്കും കാണാൻ പറ്റാത്ത പൂർണ്ണ മഹത്വം എന്താകുന്നു എന്ന് അറിയാത്ത ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ, അതിൽ ആകുന്നുവോ നിങ്ങൾ? അതോ അത് യഹോവയായ ദൈവത്തിൻ്റെ തന്നെ, അതായത് അദൃശ്യനായ ദൈവത്തിൻ്റെ തന്നെ ദൃശ്യമായ രൂപമായ വെളിപ്പാടായിരുന്നു ആ കർത്താവായ ദൈവം ഈ ലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ലോകത്തിൽ കടന്നു വന്നു എന്ന് വിശ്വസിക്കുന്നുവോ? ഇന്ന് പ്രവചനം പറയുന്നു, വരുവാനിരുന്നവനും വന്നവനും, അതായത് ആയവനും ഇനി വരുവാനിരിക്കുന്നവനും ആ യഹോവയായ ദൈവം തന്നെ, ഏക ദൈവം തന്നെ. ഇതുകൊണ്ട് തന്നെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ യഹൂദനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. യേശുവിൽ വിശ്വാസത്താൽ യഹൂദന്മാരുടെ ദൈവം നമ്മളുടെയും ദൈവമായി തീർന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവമില്ലാത്തവരായിരുന്ന ജാതികളിലായിരുന്ന നമ്മൾക്ക് ദൈവം ദൈവമായി തീർന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് യഹൂദനായ തോമസ് വിളിച്ചതുപോലെ ഇന്ന് എനിക്കും വിളിക്കുവാൻ ദൈവം കൃപ നൽകി. ആ യഹോവയായ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു ഈ ലോകത്തിൽ കടന്നു വന്ന് എന്നെ രക്ഷിച്ചു, എനിക്കും ദൈവമായി തീർന്നു. ഈ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ നൽകി. ഈ വചനങ്ങളാൽ നിങ്ങളുടെയും കണ്ണുകൾ തുറക്കപ്പെടട്ടെ, നിങ്ങൾക്കും കാണുവാൻ സാധിക്കട്ടെ. ആ ദൈവം തന്നെ, സൃഷ്ടിയിൽ ഉള്ള ദൈവം തന്നെ, ആദിയിൽ വചനം ആയിരുന്ന ദൈവം തന്നെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ജഡമായി തീർന്നു, ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നമ്മൾക്ക് കരുണ നൽകി എന്ന് വിശ്വസിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ഈ സമയത്ത് പ്രാവശ്യം കൂടെ നൽകിക്കൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.